അസാധാരണ സാഹചര്യങ്ങളാണ് ഈ ഇലക്ഷൻ കാലത്ത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരിടേണ്ടി വരുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഏറ്റവും കൂടുതൽ വിമത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് CPM-നാണ്. പലതരത്തിലുള്ള വിമത പ്രശ്നങ്ങൾ. അതിൽ പ്രധാനം ജി സുധാകരനാണ്. 6 ദിവസം മുമ്പ് തന്റെ പോസ്റ്റിലൂടെ ഇനി പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് പ്രസ്താവിച്ച ജി സുധാകരൻ പല രീതിയിലുള്ള അനുനയങ്ങൾക്കും വഴങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി തന്റെ രോഗവിവരം അന്വേഷിക്കും എന്നെങ്കിലും പ്രതീക്ഷിച്ച സുധാകരൻ മുഖ്യമന്ത്രി ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്തതിന്റെ പ്രതിഷേധത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇനി അംഗത്വം പുതുക്കാനോ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനോ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജി സുധാകരൻ. പാർട്ടി പല രീതിയിൽ നടത്തിയ അനുരഞ്ജനങ്ങൾക്കും സുധാകരൻ വഴങ്ങിയിട്ടില്ല. അംഗത്വം പുതുക്കുക, പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുക, തിരഞ്ഞെടുപ്പ് അനുബന്ധ ജോലികളിൽ മുഴുകുക, സർക്കാർ പരിപാടികളിൽ സഹകരിക്കുക തുടങ്ങി പല നിർദ്ദേശങ്ങൾ പാർട്ടി നൽകിയെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ ജി സുധാകരൻ തയ്യാറാകാത്തതോടുകൂടി ഇനി അദ്ദേഹവുമായി യാതൊരു വിധത്തിലുള്ള അനുരഞ്ജനത്തിനും എത്തേണ്ടതില്ല എന്ന് പാർട്ടി നിലപാടെടുത്തിരിക്കുകയാണ്. ഇനി സുധാകരനുമായി യാതൊരുവിധ അനുരഞ്ജനത്തിനും ഇല്ല എന്ന് ജില്ലാ സെക്രട്ടറി നാസർ പ്രസ്താവിച്ചു. എന്നാൽ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുധാകരൻ മത്സരിച്ചാൽ പിന്തുണയ്ക്കാൻ UDF തയ്യാറാണ്. UDF സ്ഥാനാർത്ഥിയെ നിർത്താൻ തയ്യാറായേക്കില്ല. മത്സരിച്ചാൽ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയതാണ്. സുധാകരന്റെ വീട്ടിൽ അദ്ദേഹത്തെ സന്ദർശിച്ച് അവർ വാക്ക് നൽകിയിരുന്നു. സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഒപ്പം മറ്റു ചില നേതാക്കളും ചേർന്ന് സുധാകരനെ വീട്ടിലെത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അംഗത്വം പുതുക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ സുധാകരൻ അതിനോട് മുഖം തിരിച്ചതായാണ് വാർത്ത. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കപ്പെട്ട സുധാകരൻ ജില്ലാ കമ്മിറ്റിയുടെ ബ്രാഞ്ച് ഓഫീസിലാണ് പ്രവർത്തിച്ചിരുന്നത്. അവിടെ നിന്നും യാതൊരു പരിഗണനയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, യാതൊരു പരിപാടികളും അദ്ദേഹത്തെ അറിയിക്കുകയോ പങ്കെടുപ്പിക്കുകയോ ചെയ്യാറില്ലായിരുന്നു. ഒപ്പം ഇക്കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരിഹാസം കൂടിയായപ്പോൾ സുധാകരൻ പാർട്ടിയിൽ നിന്നും പൂർണ്ണമായി അകന്നു. എന്നിരുന്നാലും ഒത്തുതീർപ്പുകളുടെ ഭാഗമായി മുഖ്യമന്ത്രി സംസാരിക്കാൻ തയ്യാറായാൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് അദ്ദേഹവും മാനസികമായി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ ജില്ലയിൽ പൊതുപരിപാടിയിലെത്തിയ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പരിഗണിക്കാതായതോടുകൂടി സ്വതന്ത്രനായി മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. ഇത് രാഷ്ട്രീയ കേരളത്തിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കും, ഒരുപാട് വിവാദങ്ങൾക്കും. ഒപ്പം തന്നെ ഇന്നലെ നാട്ടിക MLA ആയിരുന്ന CC മുകുന്ദൻ പാർട്ടി വിട്ടു. സ്വതന്ത്രനായി നാട്ടികയിൽ മത്സരിക്കാനാണ് CC മുകുന്ദന്റെ തീരുമാനം. ഇതൊക്കെ ഇടതുമുന്നണിയിൽ ഉണ്ടാക്കുന്ന വിള്ളലുകൾ ചില്ലറയല്ല. CC മുകുന്ദനും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും CC മുകുന്ദൻ സ്വതന്ത്രനായി അവിടെ മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ UDF-ന് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. ഒപ്പം CC മുകുന്ദനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരിക്കും UDF-ന്. CPI-ലെയും CPM-ലെയും 2 വിമതരെ ഇവിടെ പിന്താങ്ങുക വഴി ആ 2 സീറ്റും തങ്ങൾക്ക് വേണ്ടി ഉറപ്പിക്കുകയാണ് കോൺഗ്രസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.